ഹലോ വെൽക്കം ബാക്ക് ടു ഗ്ലാഡ് ടു മീറ്റ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദെൻ ഞാൻ ഇന്നലെ മീഷോ പാർട്ട് 1 ആയിട്ട് വന്നിരുന്നു. നമുക്ക് സെക്കൻഡ് പാർട്ടാണ്. സോ നമുക്കൊരു ഒരു ഇയർ ആൻഡ് നെക്ക് വിയർ പരിചയപ്പെടാം. സോ അധികം നീട്ടി വിളിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ വന്നിട്ട് ദേ ഇതാണേ, കണ്ടോ, ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ട്. ദെൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, ഇങ്ങനെ കുറയ്ക്കാം. ഇത് ചോക്കറായിട്ടും യൂസ് ചെയ്യാം. ദെൻ ഇതിൻ്റെ അടിയിലത്തെ ഈ സാധനം കണ്ടോ, ഈ മുത്ത് വന്നിട്ട് ഇത് ഭയങ്കര രസമാണ്. ഞാൻ കുറച്ച് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, യാതൊരു കേടുപാടും വന്നിട്ടില്ല. ദേ ഇങ്ങനെ വരും. അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞയും വെള്ളയും കൂടെ അവർ ലെയർ ചെയ്തിരിക്കുക. അത് തന്നെ 2 ലെയർ ഉണ്ട്. ഇതിൻ്റെ ഒരു വർക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് 100 സംതിങ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. സോ ഞാനിത് ഇട്ട് കാണിക്കാം. വാവ്, ഇടുമ്പോൾ ഇത്ര ഇറക്കത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത്ര ഇറക്കത്തിൽ യൂസ് ചെയ്യാം. ഇത് കയറ്റി നമ്മൾ ടക്കിങ് ചെയ്താൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് ഞാൻ ഇൻഡോ വെസ്റ്റേൺ ആയിട്ടാണ് യൂസ് ചെയ്തത്. സോ ഇതാണ്, അധികം പ്രൈസ് ഒന്നുമില്ല, ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ട്. ദെൻ സെക്കൻഡ് വൺ വന്നിട്ട് നെക്സ്റ്റ് പീസ് ആണ്. ഇതാണ് നെക്സ്റ്റ് പീസ്. ഇതും ഭയങ്കര ഫെമിലിയർ ആണ് നിങ്ങൾക്ക്. ഒരുപാട് സാരി വെയർ ആയിട്ടും സാരിയുടെ കൂടെ പോകുന്നൊരു പീസാണിത്. കുർത്തയുടെ കൂടെ പോകും, എന്നാൽ സാരിയുടെ കൂടെയാണ് ഞാനത് കൂടുതൽ കണ്ടിട്ടുള്ളത്. സോ ഇത് വന്നിട്ട് ഇങ്ങനെയാണ്, കോയിനാണ് മൊത്തം. കോയിനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈൻസ് ആണ് കേട്ടോ. ഒരു വലിയ മാലയാണ്, അപ്പം ചെറിയ മാല ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് നമുക്ക് ചെറുതായിട്ടും യൂസ് ചെയ്യാം. ഇത് ഇടുമ്പോഴും ഇതിങ്ങനെ വരും, ഇങ്ങനെ വരും. നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയും എത്നിക് വെയറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് പോകുന്നൊരു പീസാണ്. ദെൻ ഇതും 200 റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ക്ലോസപ്പിൽ ഇതിങ്ങനെ ഇരിക്കും, ഭയങ്കര രസമാണിത്. സോ ഇതൊരു സിൽവർ വൈബ് വരുന്ന ഒരു പീസാണ്. ദെൻ നെക്സ്റ്റ് പീസ് വന്നിട്ട് ഒരു ചോക്കറാണ്. ചോക്കർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഇതും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള യെല്ലോ കൈൻഡ്സ്, അങ്ങനെ ഷൈൻ ഇൻ ദി വേയിലൊക്കെ ഉള്ളൊരു പീസാണ്. പക്ഷേ ഞാൻ അതിനകത്ത് വാങ്ങിച്ചത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതും നമുക്ക് ഇടുമ്പം ഭയങ്കര സിമ്പിളായിട്ട് ഒരു ചെറിയ കറുത്ത കളർ അതിൻ്റെ ഇടയ്ക്ക് പോകുന്നുണ്ടാവും. നമുക്ക് ഇത് ഭയങ്കരമായിട്ട് ഷർട്ടിൻ്റെ കൂടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്ത് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ദെൻ ഇത് നമുക്ക് ലോങ് ആയിട്ട് ഇടാൻ പറ്റില്ല, ഇത് നമുക്ക് ഷോർട്ട് ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ കോർത്തെടുത്തിരിക്കുകയാണ് കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പം ഇത് ചോക്കറാണ് കേട്ടോ. ഈ ചോക്കർ ഇങ്ങനെ വന്നിട്ട് ഞാനിപ്പോൾ വച്ച് തന്ന പോലെ നമുക്കിതിങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പീസ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഹൈപ്പുള്ള ഒരു പീസാണ്. ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ദെൻ ഇത് ഷർട്ടിൻ്റെ കൂടെ വളരെ സ്റ്റൈൽ ചെയ്യാം. സാരിക്കാലം കൂടുതൽ നമുക്ക് ഷർട്ട്, നമുക്ക് കോളേർഡ് ഡ്രസ്സ്, അല്ലെങ്കിൽ ഈവൻ ദീസ് കുർത്തിയും പോകും. എന്നാലും ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പീസാണ്. ഇതൊരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ കൂടുതൽ പോകുന്ന ഒരു പീസാണ്. ഭയങ്കര രസമാണ്. ഇതിനും ഒരു കോയിൻ ടൈപ്പ്, ആ കോയിൻ അല്ല, ഇത് വേറൊരു കോയിൻ വൈബാണ് തരുന്നത്. ഭയങ്കര കിലുക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കിലുങ്ങി നടക്കാം. ഇത് ചെറുതായിട്ടും യൂസ് ചെയ്യാം, കുറച്ചുകൂടി ഇറക്കം കൂട്ടിയാൽ വലുതായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് വരുന്നത്, നടുക്കൊരു കറുത്ത് ഇതൊക്കെ ആയിട്ട്. സോ ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ കറുത്ത ചരടില്ല, ചെയിനാണ് വരുന്നത്. ദെൻ ഇതും ഒരുപാട് നാൾ നിൽക്കുന്ന, നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന കൊടുക്കുന്ന പൈസ കൂടുതൽ നമുക്ക് ലാഭം തോന്നുന്ന ഒരു പീസാണ്. ദെൻ നെക്സ്റ്റ് പീസ് വന്നിട്ട് ഇതാണ്. ഇതും വളരെ ഫെമിലിയർ ആണ്. നമുക്ക് സെറ്റ് സാരിയുടെ കൂടെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് കിലുക്കൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ കിലുങ്ങും, നടുക്ക് ഭാഗത്ത് കിലുക്കമുണ്ട്. ഇത് നമുക്ക് ചോക്കറായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഇയറിംഗ് വന്നിട്ട് വളരെ സ്മോൾ ആണ്. സോ ഇതിങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇറക്കം കൂട്ടിയിടാൻ പറ്റത്തില്ല, ഇറക്കം കൂട്ടിയിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ഇങ്ങനെ കിട്ടത്തില്ല. വേണമെങ്കിൽ നമുക്ക് ഇത്രയും ഇറക്കത്തിലേക്ക് പോവാം, പക്ഷെ കൂടുതലും ചോക്കറായിട്ട് ഭയങ്കര വൈബ് തരുന്ന സാരിയുടെ കൂടെ ഇൻഡോ വെസ്റ്റേൺ ഷർട്ട്സ്, അല്ലെങ്കിൽ എത്നിക് വെയറിൻ്റെ കൂടെ പോകുന്ന ഒരു പീസാണ് ഇത്. ഇതാണത്. സോ സോറി, എൻ്റെ ഒരു കമ്മൽ വന്ന കേട്ടോ. സോ അതാണ് നെക്സ്റ്റ് പീസ് വന്നിട്ട്. ദെൻ ഇന്ന് ഇത്രയാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ഡേ കുറച്ച് അടുത്ത വെറൈറ്റി ആയിട്ടുള്ള കുറച്ചുകൂടെ പീസസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദെൻ അപ്പോൾ കാണുന്നത് വരെ നമുക്ക് ബൈ ബൈ, ടാറ്റാ.